പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പൊങ്ങിക്കിടക്കണ കണ്ട് കർത്താവ്യത്തെ സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവർ. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ കർത്താവെ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നവരും യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ, കാലുകൾ ഉദച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈശോ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകുന്ന നല്ല ചില കർത്താവെ, നിന്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവേ നീക്കുവാമേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം റോമിക എന്ന് പറയുന്ന ഒരു നേഴ്സിംഗ് സ്റ്റുഡന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ 10th ട്രൂമ പിന്നീട് അവർക്ക് പിന്നെ ഒരു ദിവസം വരണത് അവരുടെ ഡിഗ്രി പരീക്ഷയ്ക്ക്, അത് 4 സെം. അപ്പം 4 സെം, 4ാമത്തെ സെമ്മിന് അവൾ ഇതുപോലെ ബ്ലാങ്കായി പോകും. ബ്ലാങ്കായി പോകുമ്പോൾ ഈ ഉടമ്പടിയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും എല്ലാം ഉടമ്പടി തന്നെ ആയിരിക്കും. അവൾ നേരിട്ടൊന്ന് ഉടമ്പടി തരുന്നറിയാമോ? അവൾ പരീക്ഷയ്ക്ക് പോകണമെന്ന് തന്നെ ഉടമ്പടിത്തലൊക്കെ തേച്ച് അവിടെ ആ ഈശോയിലുള്ള പൂർണ്ണമായ വിശ്വാസം കൊണ്ടാണ് അത് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അവൾ ഓക്കെ ആയി. പിന്നെ എന്താ, പിന്നെ വേറെ ഒരു എക്സ്ട്രാ എനർജി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഗവൺമെൻറ് ലോ ചേഞ്ച് ആകും. എന്നിട്ട് 4th സെമ്മും 5th സെമ്മും ഒരുമിച്ച് എഴുതാൻ പറഞ്ഞു. എഴുതാൻ നിയമം വരും.
അപ്പോൾ നഷ്ടപ്പെട്ട സമയം കൂടി അവർക്ക് കിട്ടും, തിരിച്ച് കിട്ടും. അപ്പോൾ അത് എഴുതാൻ പോകുമ്പോൾ പറയണത്, ഞാൻ യുദ്ധം ചെയ്യാൻ പോണ പോലെയാണ് പോയത്. എന്താ കാര്യം? ഉടമ്പടി തൈലം എടുത്ത് നെറ്റിക്ക് കുരിശിട്ട് മാതാവിൻ്റെ മെഡലെടുത്ത് പോക്കറ്റിൽ കുത്തി ആൾക്കാർ ഇപ്പോൾ ഇതെല്ലാം ഫൈറ്റിങ്ങിന് വേണ്ടിയാണ്. സാത്താൻ്റെ തിന്മകളുടെ ശക്തികളോടും ലോകശക്തികളോടുമുള്ള ഫൈറ്റിങ്ങിൻ്റെ ഉപകരണമായിട്ടാണ് വിശ്വാസ പ്രയോഗം. അത് നമുക്കറിയാമല്ലോ, വിശ്വാസ പ്രയോഗമാണിതെല്ലാം. നമുക്ക് വിശ്വാസത്തിന് പാരമ്പര്യമായിട്ടുള്ള ഫെയ്ത്ത് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസ പ്രഖ്യാപനം അല്ലേ? പിന്നെ എന്താണ്? വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷനാണ്, പ്രൈമറി എക്സ്പ്രഷനാണ് പ്രെയർ, പ്രാർത്ഥന. വിശ്വാസത്തിൻ്റെ പ്രൈമറി എക്സ്പ്രഷനാണ്. പിന്നെ വിശ്വാസം, പിന്നെ അതിൻ്റെ സെക്കൻഡറി എക്സ്പ്രഷനെ കുറച്ചുകൂടി മച്ചുവർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വിശ്വാസ പ്രഖ്യാപനമാണ്. വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ പ്രശ്നത്തിന് വിശ്വാസം ഇങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല, ഒറ്റക്കിരുന്ന് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. വിശ്വാസം പ്രഖ്യാപിക്കാൻ എന്ത് ചെയ്യണം? മറ്റു മനുഷ്യർ വേണം. നമ്മളിപ്പോൾ പരീക്ഷ പ്രവർത്തനം കൊണ്ടുള്ള വിജയം അതാണ്. മറ്റു മനുഷ്യരുടെ മുമ്പിലാണ് നമ്മൾ കർത്താവിനെ ഏറ്റു പറയണത്. അപ്പോൾ എന്ത് പറയും? ഞാനും ഏറ്റു പറയുമെന്നാണ് എൻ്റെ അർത്ഥം. വായിച്ചത് മത്തായി 10:32. മത്തായി 10 ഉടമ്പടിയിൽ ഏറ്റവും വലിയ വാക്കുകൾ ഒന്നാണ് മത്തായി 32. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. ഇതിന് പ്രഖ്യാപനം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രൈമറി എക്സ്പ്രഷൻ പ്രെയറാണ്. സെക്കൻഡറി എക്സ്പ്രഷൻ കുറച്ചുകൂടി മച്ചു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്താ? അത് പ്രഖ്യാപനമാണ്. ഈ പ്രെയറിൻ്റെയും പ്രഖ്യാപനത്തിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടി മാർക്ക് വരണത് പ്രഖ്യാപനത്തിലാണ്. കാര്യം അത് മനുഷ്യൻ സമൂഹത്തിലുള്ള ഏറ്റുപറച്ചിലാണ്. വിശ്വാസം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റുപറയാനാണ്. എവിടെയാണ്? മനുഷ്യരുടെ മുമ്പിലായിരിക്കണം. ഇതിന് ഇടയ്ക്ക് ഒരു വിഷയമുണ്ട്, വിശ്വാസ പ്രയോഗം. പ്രാർത്ഥന, പ്രയോഗം, പ്രഖ്യാപനം. വിശ്വാസ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസ പ്രയോഗം എന്ന് പറഞ്ഞാൽ യേശു കർത്താവാണെന്ന് അതിലും കൊണ്ട് ഏറ്റുപറയണത്. ദൈവത്തിന് മരിച്ചു ഉയർപ്പിച്ചെന്ന ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ രക്ഷ പ്രാപിക്കുക. ഈ ക്രിസ്തുവിനെ നമ്മൾ എംപവർ ചെയ്യുന്ന പ്രോസസ്സിലാണ് വിശ്വാസ പ്രയോഗം വരണത്. എന്താണ്? റോമ 10:9 പറയത്തില്ലേ, യേശു കർത്താവാണെന്ന് അതിലും കൊണ്ട് ഏറ്റുപറയുകയും ദൈവം മരിച്ചത് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ പ്രാപിക്കും. രക്ഷ എന്ന് പറഞ്ഞാണ് ക്രിസ്തു. അപ്പം രക്ഷ ഏറ്റു പറയുമ്പോൾ ഈ ഏറ്റു പറച്ചിൽ തന്നെ പ്രഖ്യാപനം എന്ന് പറയുന്നത് വളരെ ഓപ്പണായിട്ടുള്ള ഏറ്റുപറച്ചിലും പ്രയോഗത്തിൽ അത് സ്വകാര്യമായിട്ടുള്ള ഏറ്റുപറച്ചിലാണ്. നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുകയാണ് അവിടെ ചെയ്യണത്. വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് പകരം നമ്മൾ വിശ്വാസപ്രമാണം ചെല്ലും, സ്വകാര്യമായ ഏറ്റുപറച്ചിലാണ്. വിശ്വാസപ്രമാണം ചെല്ലിയിട്ടാണ് നമ്മൾ ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കണത്. ഇപ്പോൾ ചില ആൾക്കാർ പറയും കുഴിച്ചിട്ടെന്ന് പറയും. ഞാൻ അച്ഛൻ്റെ അങ്ങനെയൊക്കെ ചില ഇതിലേക്ക് വായിക്കണില്ലേ, അച്ഛൻ്റെ നിങ്ങളങ്ങനെ ചെയ്യരുത്. അത് എന്താ സംഭവിച്ചത്? കൃപാസനത്തിന് വേറെ കുറേ ഉപദ്രവങ്ങൾ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയണത് ഈ AI-യിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ, അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് AI-യിൽ എൻ്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് അവരുടെ വായി തോന്നുന്നത് ഞാൻ പറഞ്ഞ പോലെ ആക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ആൾക്കാർ ജോസഫ് ഇത്രയും ചീപ്പാണ്. ഞാൻ ചീപ്പായിട്ടല്ല, ഈ വയ്യാവലിയും കൊണ്ടിരിക്കുന്ന ആൾക്കാർ ചീപ്പാണ്. അങ്ങനെ ചെയ്യരുത് നിങ്ങളൊരിക്കലും. കാര്യം അച്ഛനിൽ നിന്ന് ദൈവവചനമാണ് ആൾക്കാർ കേൾക്കണത്. അല്ലാതെ ഇങ്ങനെ ആൾക്കാരെ സൂചിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ആശംസകളല്ല ഞാൻ പറയണത്. ഞാൻ പറയണത് അവൻ പറയണ പോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഹൗ ടു ലീവ് ദ വേർഡ് ഓഫ് ഗോഡ്, അതാണ് പറയണത്. അതാണ് ഇതിൻ്റെ പിന്നിൽ വരണത്. അല്ല ഓരോരുത്തന്മാർ അവർക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടി ഓരോരോ ഉടായ്പകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങളത് ചെയ്യരുത്, ഡിസ്കസ് ചെയ്യരുത്. പിന്നെ നിങ്ങളത് മനസ്സിലാക്കണം, കാണുന്നവർ മനസ്സിലാക്കണം. അതൊന്നും നെക്കി നോക്കരുത്. ജോസഫ് അങ്ങനെ പറയത്തില്ല, നിങ്ങൾക്കറിയാം. വൃത്തിപരമായിട്ട് എന്നെ അറിയാവുന്ന ആൾക്കാരാണ് ഇന്ന് ലോകത്തിലുള്ള ഈ നമ്മുടെ കൃപാസനത്തിൻ്റെ റീഡേഴ്സിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവർക്കറിയാം അച്ഛൻ എന്ത് പറയും എന്ത് പറയത്തില്ല, നിങ്ങൾക്കറിയാം. ഇപ്പം ഞാനിങ്ങനെ വായി തോന്നുന്ന ആശംസ എന്ന് പറഞ്ഞ ആളല്ല. എനിക്കെൻ്റെ ജോലിയല്ല അത്. എൻ്റെ ജോലി എന്ന് പറയണത് ദൈവമായിട്ട് ജനങ്ങളെ അവരുടെ ആപത്ത് കാലമായാലും അനുഗ്രഹകാലമായാലും അവരെ കർത്താവുമായിട്ട് ഐക്യപ്പെടുത്തുക, അതിന് കർത്താവുമായിട്ട് അവർ ജീവിക്കുക. അതിന് വേണ്ടി ഞാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, അതിന് പറ്റുന്ന ഉപദേശങ്ങൾ നൽകുക. അതാണ് ഞാൻ ചെയ്യണ ജോലി. എൻ്റെ ജോലി അതാണ്.
അപ്പോൾ പിശാച് വേണമെങ്കിൽ എൻ്റെ ജോലി ഇങ്ങനെ ഈ രീതിയിൽ ചീപ്പാക്കി കളയവേ. അപ്പോൾ പിശാചി പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളത് എൻകറേജ് ചെയ്യരുത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ എന്താ വിഷയം എന്ന് പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ വിശ്വാസം സ്വകാര്യമായിട്ടൊക്കെ പ്രഖ്യാപിക്കാം, വിശ്വാസപ്രമാണം. പക്ഷെ തെറ്റായ ചിലാണ്. സ്വകാര്യമായിട്ട് പ്രഖ്യാപിക്കാൻ എന്ത് പറ്റും? ഞങ്ങളെ ഡെലിവറൻസ് ബ്ലെസ്സിങ് നടത്തി തന്നിരിക്കുന്ന നേർച്ച വസ്തുക്കളിൽ ഇൻകൾക്കേറ്റ് ആയിട്ടുള്ള കർത്താവിൻ്റെ ശക്തി ആ ഒരു മേഖലകളിലേക്ക് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. രക്ഷ പ്രാപിക്കുമെന്നല്ല ഈശോ പറഞ്ഞത്. കർത്താവ് 10:9 റോമ എന്ന് പറഞ്ഞത്, യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ, ദൈവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കും, ക്രിസ്തുവിനെ പ്രാപിക്കും. അപ്പം ക്രിസ്തുവിനെ പ്രാപിക്കണം, അതിൽ ഉള്ള ദൈവശക്തി നമ്മൾ തിരിച്ച് പ്രാപിക്കണത് വിശ്വപ്രമാണം ചൊല്ലിയിട്ടതാണ്. അതാണ് വിശ്വാസ പ്രയോഗം എന്ന് പറയണത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇവർ റോമികയെ പോലുള്ളവർ എന്താ ചെയ്യണത്? അവർ വിശ്വാസ പ്രയോഗമാണ്. അവർ ഉടമ്പടിക്ക് ആശ്രയമെടുത്ത് നെഞ്ചത്ത് കുത്തി, ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിക്ക് ചാർത്തി അവർ മാതാവിൻ്റെ കൂടെയാണ് പോണത് പരീക്ഷ എഴുതാൻ. ട്രൂമായൊക്കെ പോയ സ്ഥലം അറിയത്തില്ല. അപ്പം അങ്ങനെ ലോകത്തെ ജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിശ്വാസ പ്രയോഗം നടത്തണത്. അതിൻ്റെ ഒരു മാർഗം ലോകത്തെ ജയിച്ചവരായി കാണപ്പെടാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അപ്പോൾ അവൻ 2 ബസ്സും 1 ട്രെയിനും പിടിച്ചായിരുന്നു അവൻ റൂമിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അത് വിജനമായ സ്ഥലത്തു കൂടെ നടന്നിട്ട് വേണം, 2.5 കിലോമീറ്ററോളം നടന്നിട്ട് വേണം അവന് റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ട്. റെയിൽവേ സ്റ്റേഷനിൽ വന്നാലോ ഒരു മനുഷ്യനും ഉണ്ടാവാറില്ല. വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ആളുകൾ ഉണ്ടാവാറുള്ളൂ, അത് 1-2 പേര് മാത്രം. എനിക്ക് അന്നേരം ഭയങ്കര പേടിയാണ്. മകൻ പറയും പേടിക്കൊന്നും വേണ്ട അമ്മേ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഉള്ളിൽ പേടിയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം അവൻ നടക്കണ വഴി ഫോൺ ചെയ്തുകൊണ്ട് കിടന്നപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ റോട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല അമ്മേ, ആരുമില്ല, ഇന്ന് ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴേക്കും ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ റെയിൽവേ സ്റ്റേഷനിൽ എത്തി, ഞാനെന്നാ വെക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു, മാതാവേ ഒരു മനുഷ്യജീവൻ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണേ. വല്ല മൃഗങ്ങളും ഒന്നും ഇടയ്ക്ക് ഓടിക്കഴിഞ്ഞിട്ട് എനിക്ക് പേടിച്ച് പോകുമല്ലോ, അതുകൊണ്ട് ഒരു മനുഷ്യൻ ജീവൻ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും അവൻ പറഞ്ഞു, അമ്മേ ഞാൻ ഫോൺ വയ്ക്കുക, റെയിൽവേ സ്റ്റേഷനിലെത്തി. എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ആരും ഇല്ലായിരുന്നു. സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും മകൻ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അമ്മേ ആദിൽ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ ആദിൽ അവിടെ എത്തിയത്? ആദിൽ എന്ന് പറഞ്ഞാൽ മോൻ്റെ കസിനാണ് അവനും കാനഡയിലാണ്. അവൻ എത്രയോ കിലോമീറ്റർ ദൂരെയുള്ള ഒരു മകനാണ് പഠിക്കാനായിട്ട് വന്നിരിക്കുന്നത്.
ആ മകനെ ആ 11:30 രാത്രിയിൽ മാതാവ് അവിടെ എത്തിച്ചെങ്കിൽ എൻ്റെ മാതാവല്ലാതെ, എൻ്റെ മാതാവ് ഈശോയും അല്ലാതെ വേറെ ആരുമല്ല ആ മകനെ അവിടെ എത്തിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി. അത് കേട്ടപ്പോഴത്തേനും ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ മാതാവിൻ്റെ പദ്ധതിയായിരുന്നു ഞാൻ അന്നേരം മനസ്സിലാക്കി. ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്നാന്ന് വെച്ചാൽ, ഇത്രയും ദൂരം പോയി ജോലി ചെയ്ത് മകൻ എപ്പോൾ വിളിച്ചാലും ഭക്ഷണവും കഴിക്കത്തില്ല. അവന് ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കത്തുമില്ല. അവന് ജോലി ചെയ്യണം. 2 മണിക്കൂർ ദൂരം യാത്ര ചെയ്ത് ജോലി ചെയ്യുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മകന് നടന്നു പോകാനുള്ള ദൂരത്ത് ഒരു ജോലി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഒരുപാട് അവനും അന്വേഷിച്ചു, ഒത്തിരി പേരുമായിട്ട് അന്വേഷിച്ചു. അന്ന് അവിടെ ഭയങ്കര പാടായിരുന്നു ജോലി കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മകന് നടന്നു പോവാൻ ദൂരത്തൊരു ജോലി വാങ്ങി തരണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം മോൻ രാവിലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ വിഷമിക്കേണ്ട, അമ്മ കൃപാസന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, മോന് നടന്നു പോകാനുള്ള ദൂരത്ത് അമ്മ ജോലി തരും കേട്ടോ എന്ന് പറഞ്ഞു. മോൻ അത് കേട്ടു. ഓക്കെ അമ്മയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പം മോൻ പറഞ്ഞു, അമ്മേ ഞാൻ റൂം മാറാൻ പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, മോൻ എന്നെ ഇപ്പോൾ റൂം മാറണേ, ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല അമ്മ, ഒരു പ്രശ്നവുമില്ല, എനിക്ക് റൂം മാറണമെന്നൊന്ന് തോന്നിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ, അവിടെ ഒരു ബെഡ് ഇടാനുള്ള സ്ഥലമുണ്ട്, എനിക്കറിയാവുന്ന ഒരു ചേട്ടായിയുടെ വീട്ടിലാന്ന് പറഞ്ഞു. ഒരു ബെഡ് ഇടാനുള്ള ഇടമുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, പെട്ടെന്ന് തന്നെ അവൻ റൂം മാറി. അത് കഴിഞ്ഞപ്പോൾ അവൻ പിറ്റേ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു, അമ്മേ ഈ ചേട്ടായി എനിക്ക് ഇവിടെ ഒരു ജോലി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ചേട്ടായി പോകുന്ന വാൾമാർട്ടിൽ ജോലി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞു. ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ അവൻ ആദ്യം 2 മണിക്കൂർ ദൂരം പോയി ജോലി ചെയ്ത അതേ ജോലി തന്നെ ഒറ്റയ്ക്കൊരു വേക്കൻസി ആക്കിയിട്ട് മാതാവ് അവന് ഇവിടുത്തെ അതേ ജോലിയിൽ തന്നെ വാൾമാർട്ടിൽ കയറ്റി. അപ്പോഴും എനിക്ക് മനസ്സിലായി, നടന്നു പോകാനുള്ള ദൂരത്താണ് ഞാൻ അമ്മയോട് ചോദിച്ചത്. അത് തന്നെ തരാനായിട്ട് അമ്മ വേറെ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നടന്നു പോകാനുള്ള ദൂരത്ത് ജോലി ഇല്ലായിരുന്നു, അവന് ബസ്സിന് പോകണമായിരുന്നു. പക്ഷേ ഞാൻ ചോദിച്ചത് തന്നെ തരാനായിട്ട് എൻ്റെ അമ്മ മാതാവ് അവനെ വേറൊരു വീട്ടിലേക്ക് മാറ്റി. ഒരു ബെഡ് ഇടാനുള്ള ഇടവും കൊടുത്തു, ഒരു വേക്കൻസി അവന് കൊടുത്തു. അന്ന് ഭയങ്കര പാടായിരുന്നു ജോലി കിട്ടാനായിട്ട്. അങ്ങനെ കൊടുത്ത് എൻ്റെ മാതാവ് അവനെ അനുഗ്രഹിച്ചു. അതെനിക്ക് വലിയ അത്ഭുതമായി. ഞാൻ പറഞ്ഞത് തന്നല്ലോ എന്നോർത്ത് അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, അവൻ്റെ എക്സാം 4th സെം ഭയങ്കര ടഫാണ് അവന് പഠിക്കാനായിട്ട്. +2 കഴിഞ്ഞ് പോയതല്ലേ, അപ്പോൾ ഭയങ്കര ടഫാണമ്മേ എന്ന് എപ്പോഴും പറയും. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, അതാത് സമയത്ത് അതാത് വിഷയങ്ങൾ പാസ്സാക്കി തരണേ അമ്മയെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ വളരെ ഈസി ആക്കി. എക്സാം എഴുതിയ ഉടനെ തന്നെ അത് റിസൾട്ടും വന്നു. വളരെ ഈസി ആക്കിയിട്ട് അവന് നല്ല മാർക്കോടുകൂടി അവനെ അത് പാസ്സാക്കി തന്നു. പിന്നെ പല കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ മറന്നുപോയ കാര്യങ്ങളെല്ലാം മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളിലായിട്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ പത്രം ഞാൻ ഇവിടെ വന്ന് വാങ്ങിയിട്ട് കൊടുക്കും. ആദ്യം പള്ളിയിൽ കൊടുത്തു, പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുമായിരുന്നു, ഹോസ്പിറ്റലിൽ കൊടുക്കും, പിന്നെ വഴിയരികിലുള്ളവർക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കും. പിന്നെ എൻ്റെ കടയിൽ വരുന്നവർ, എനിക്ക് ബ്യൂട്ടി പാർലറാണ് ഞാൻ, അവിടെ വരുന്നവരോടെല്ലാം ഞാൻ മാതാവിൻ്റെ ഈശോയുടെയും കാര്യങ്ങൾ പറയും, പേപ്പർ കൊടുത്തിട്ട്. പേപ്പർ തീർന്നു പോയാലും ഇതെല്ലാം പറഞ്ഞ് എപ്പോഴും ഞാൻ വരുന്നവരോട് ഇങ്ങനെ പറയും. കുറച്ച് പേര് വന്നിട്ടുണ്ട്, കുറച്ച് പേര് വരാൻ ആഗ്രഹിക്കുന്നു, അവരെ ഇവിടെ എത്തിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കണം എന്നുള്ളതിലല്ലാതെ അത് ഒന്നും വായിക്കാറുമില്ലായിരുന്നു. ചുമ്മാ ഇങ്ങനെ വായിച്ചങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ ഒന്നും മനസ്സിലാക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാനത് സമയമെടുത്ത് ഞാനത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ അടുത്ത സെൻറ്റൻസിലേക്ക് പോകുന്നുള്ളൂ. പിന്നെ പള്ളിയിൽ കുർബാനയ്ക്കാണെങ്കിലും പരമാവധി ഞാൻ കൂടാൻ ശ്രമിക്കാറുണ്ട്, കുമ്പസാരിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് എനിക്ക് മാതാവ് ഈശോയും തന്ന അനുഗ്രഹങ്ങൾ. അതിന് ഞാൻ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീബ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2-3 സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യത്തെ സാക്ഷ്യം, എൻ്റെ മകൻ BTech പാസ്സായതാണ്. പഠിക്കുന്ന കാലത്ത് അവൻ കുറച്ച് ഉഴപ്പിലും കളിക്കില്ല. അപ്പം ഞാൻ പറയുമ്പോൾ അവൻ പറയാറ്, ഇപ്പോഴൊക്കെയല്ലേ കളിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോഴും സപ്ലി ആയിട്ട് ഇങ്ങനെ പരീക്ഷകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കും. പക്ഷേ
ഇവനെ ബിടെക് കോഴ്സിന് ചേരുന്നതിന് മുമ്പേ ഞാൻ പോകുന്നതിന് മുമ്പ് ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് യെശയ്യായുടെ 54-ാം അധ്യായം പുതിയ ജെറുസലേം എന്ന അധ്യായം ലഭിക്കുകയും അതിൽ നിൻ്റെ പുത്രരെ ഞാൻ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. ആ വചനം എന്നെ വല്ലാതെ മനസ്സിൽ തൊട്ടിരുന്നു. അപ്പോൾ ആ വചനത്തിലായിരുന്നു എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ. കാരണം ദൈവം ഈശോ നമുക്ക് നടത്തി തരുമെന്ന് പറഞ്ഞത് വെറും വാക്കല്ല, അതൊരു വാഗ്ദാനം തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് അമ്മയുടെ വിമല ഹൃദയം വഴിയാണ് ഞാൻ ഈശോയിലേക്ക് നടന്നത്. അമ്മയാണ് എനിക്ക് ആ കാര്യങ്ങൾ സാധിച്ചു തന്നത്. എല്ലാ പരീക്ഷകളിലും സപ്ലി ആയിരിക്കുന്നു. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കും. കൊന്ത ചൊല്ലി മാതാവിനെ ഞാൻ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. പുലർക്കാലങ്ങളിൽ എഴുന്നേറ്റ് വചനമാണ് എൻ്റെ ശക്തി. ബൈബിൾ വായിക്കുക എന്നത് എനിക്കൊരു ഹരമാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ്